ഒരു മാസം മുമ്പ് മലയാറ്റൂരിൽ 19 വയസ്സുകാരിയെ കാണാതാവുകയും പിന്നീട് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ കൊലയ്ക്ക് പിന്നിൽ ആൺ സുഹൃത്താണ്. ഇന്നിപ്പോൾ ദേ ഒരു മാസങ്ങൾക്കിപ്പുറം നമ്മുടെ മലപ്പുറത്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു പെരുമാറുന്ന മലപ്പുറത്ത് ഒരു 15-കാരിയെ 16-കാരൻ പീഡിപ്പിച്ച് നിഷ്കരണം കൊന്ന് തള്ളിയിരിക്കുകയാണ്. ഇതൊന്നും ഇതൊരു വിഷയമല്ലാത്ത രീതിയിലോട്ട് റേപ്പ് ആയിക്കോട്ടെ, ഒരാളെ കൊല്ലുന്നതിന് പോലും ഒരു ഭയമില്ലാത്ത രീതിയിലോട്ട് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വലിയൊരു പങ്കും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വളർച്ച തന്നെയാണ് കേട്ടോ. മുമ്പൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ഫിലിംസിലൂടെ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിംസിലൂടെ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, നോർമലൈസ് ചെയ്യുക. കൊലയും റേപ്പും ഒക്കെ ഒരു നോർമലൈസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കൊച്ചു കുട്ടിയാണ്, 16 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവനൊന്നും ശിക്ഷ കിട്ടില്ല. അവനൊക്കെ ഈ കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ശിക്ഷ, ഈ ഒരു കാര്യത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. ജയിലൊന്നല്ല ഇവർക്കൊക്കെ വേണ്ട, അപ്പം ഇങ്ങ് കൊന്നു കളയുക. ഇങ്ങനത്തെ ആളുകൾ നമ്മൾ സമൂഹത്തിൽ വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു ശിക്ഷ ചെയ്തു ഇവർ ജയിലിൽ പോയാൽ ഇവർക്ക് സാധാരണ പുറത്ത് കൂലിവേല ചെയ്യുന്നതിനേക്കാളും നല്ല വരുമാനമാണ് ഇപ്പോൾ ജയിലിൽ. നല്ല ഫുഡാണ്, സെക്യൂരിറ്റിയാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ സമൂഹം ഇങ്ങനെ തീറ്റി പോറ്റുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എന്തൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയില്ല. ഇന്ത്യയിൽ ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാൻ ഒരു പേടിയില്ല. അതും മുമ്പ് ഇതുപോലെ ഒരു കുട്ടി മരിച്ച സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് കേസൊന്നും ഒരു വിഷയമില്ല എന്നുള്ള കുട്ടികളുടെ ഗ്രൂപ്പിലെ ചർച്ച നമ്മളത് മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ശിക്ഷ എല്ലാ കാര്യത്തിലാണ് ശിക്ഷ വർദ്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ കുറ്റവാളികൾക്ക് ഇത്രയും സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കൂടാതെ നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നതെന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഫോണ് അവർക്ക് സ്വന്തമായിട്ട് വാങ്ങി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ വൈകല്യങ്ങൾ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.